പലരും കണ്ടു കാണും. നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ട്രാഫിക് സംസ്കാരത്തിലെ പ്രശ്നങ്ങളും സിവിക് സെൻസ് ഇല്ലായ്മയും. നമ്മുടെ നാട്ടിൽ നന്നായി വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പലപ്പോഴും നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കും എന്നതാണ്. അവൻ എന്താ പോക്ക്, പെട്ടെന്ന് സ്ഥലത്തെത്തും എന്നൊക്കെയാണ് പുകഴ്ത്തി മറ്റുള്ളവർ പറയുക. എന്നാൽ നല്ല ട്രാഫിക് സംസ്കാരമുള്ള രാജ്യങ്ങളിൽ നിയമങ്ങളെല്ലാം നോക്കി റോഡിലുള്ള മറ്റുള്ളവരെയും പരിഗണിച്ച് വണ്ടി ഓടിക്കുന്നവരെയാണ് നല്ല ഡ്രൈവേഴ്സ് എന്ന് പറയുക. സത്യത്തിൽ ഇത് ആളുകളുടെ മാത്രം പ്രശ്നമല്ല. വിദേശത്ത് നിയമങ്ങളൊക്കെ നോക്കി നന്നായി വണ്ടി ഓടിക്കുന്നവർ പോലും നാട്ടിലെത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ റൂൾസ് ഒന്നും നോക്കാതെ തോന്നിയ പോലെ വണ്ടി ഓടിക്കാൻ തുടങ്ങും. കാരണം ആരും റൂൾസ് ഫോളോ ചെയ്യാത്തിടത്ത് കുറച്ചു പേർക്ക് മാത്രം റൂൾസ് ഫോളോ ചെയ്യാൻ തോന്നില്ല, പറ്റില്ല. ഈ റീലിൽ കണ്ട പോലെ കമ്പി വെച്ച് സെപ്പറേറ്റ് ചെയ്ത ഫുട്പാത്തിലൂടെ വരെ വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ അത്തരക്കാർ എത്ര പുച്ഛത്തോടെയാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ നോക്കിക്കാണുന്നത്. എന്തുകൊണ്ട് അവർക്ക് നിയമങ്ങളെ പേടിയില്ല? ഇത്രയും CCTV മോണിറ്ററിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലത്ത് എന്തുകൊണ്ട് ഇതൊക്കെ നിരന്തരമായി മോണിറ്റർ ചെയ്ത് നല്ല ഫൈൻ അടപ്പിച്ച് പബ്ലിക്കിന്റെ സ്വഭാവം കളക്റ്റീവായി മാറ്റാൻ ഗവൺമെന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫർട്ട് ഇടുന്നില്ല? കേരളത്തിൽ നമ്മൾ കുറച്ചു ദൂരം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ടൗണുകളിൽ 4 റോഡുകൾ മേർജ് ചെയ്യുന്ന ഒരുപാട് ജംഗ്ഷൻസ് കാണാം. ഇതുവരെ അവിടെ ഒരു ട്രാഫിക് ലൈറ്റ് ഫിക്സ് ചെയ്ത് അത് മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പോലും അവിടെയൊന്നും ഭരിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന മട്ടിൽ വണ്ടി ഓടിക്കുന്നവരെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല. നാട്ടിലെ ട്രാഫിക് സംസ്കാരം കാണുമ്പോൾ പലപ്പോഴും കന്നുകാലികളെക്കാൾ കഷ്ടമെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ഈ അമ്മച്ചിക്ക് ഒരു സല്യൂട്ട്. കുറച്ചു പേർക്കെങ്കിലും അതിലൂടെ ഒരു ബോധമുണ്ടാകുമെങ്കിൽ അത്രയും നല്ലത്.